പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങി. എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് ഇന്ന് തങ്ങുക. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം. എബിൻ ജോസ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. എബിൻ, എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തിയത്? ഹെലികോപ്റ്റർ വഴിയാണോ നേവൽ ബേസിലേക്ക് പോകുക? എങ്ങനെയാണ് യാത്ര? നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഇപ്പോൾ? ഇതാ പ്രധാനമന്ത്രി ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ഹെലികോപ്റ്റർ മാർഗമാണ് നേവൽ ബേസിലേക്ക് എത്തുക. അവിടെ നിന്നാണ് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയതിനു ശേഷം ഇന്ന് രാത്രി ഈ ഗസ്റ്റ് ഹൗസിൽ തങ്ങിയതിന് ശേഷം നാളെ രാവിലെ കുന്നംകുളത്തേക്ക് പ്രചരണത്തിനായി പോകും. കുന്നംകുളത്താണ് നാളെ ആദ്യത്തെ പരിപാടി പ്രധാനമന്ത്രിയുടെ. അതിനുശേഷമാണ് പിന്നീട് തിരുവനന്തപുരത്ത് പരിപാടിയുണ്ട്. ഈ രണ്ട് പ്രചാരണ പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ശക്തമായ ഘട്ടത്തിൽ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുകയാണ്. ശക്തമായ പ്രചാരണം ഇനി മുതൽ അങ്ങോട്ടുണ്ടാവുമെന്നുള്ളത് അറിയാം. ഏതായാലും ഇത് സംബന്ധിച്ച വാദപ്രതിവാദങ്ങളും പ്രചാരണങ്ങളും എല്ലാം തുടരുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി വന്ന് പ്രസംഗിക്കുമ്പോൾ അതിൽ നിന്നും കൂടുതൽ വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും ഉയർന്നു വരുമെന്നുള്ളതും ശക്തമാണ്. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ പ്രചാരണമുണ്ട്. അതോടൊപ്പം തന്നെ ആ രീതിയിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഇന്ന് BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയ ദിവസമാണ്. അതിനുശേഷം കേരളത്തിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചരണങ്ങൾ വരും. ഇതെല്ലാം വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ ശരി, എബിൻ ജോസ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിക്കഴിഞ്ഞു. എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് അദ്ദേഹം ഇന്ന് തങ്ങുക. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം.